ഇത് പീലിയുടെ വീട്. വെറും പീലിയല്ല, കള്ളൻ പീലി. വലിയ കള്ളനൊന്നും അല്ലെങ്കിലും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ മോഷ്ടിക്കുന്ന പീലിയെ നാട്ടുകാർ കള്ളം പീലി എന്ന് തന്നെ വിളിക്കും. മുൻപ് പീലിയും ഭാര്യ അന്നയുമായിരുന്നു ഇവിടെ താമസം. പ്രസവത്തോടുകൂടി അന്ന മരണപ്പെട്ടു. ഇപ്പോൾ പീലിയും മകൻ മേരിയും മാത്രം. കള്ളനാണെങ്കിലും ഒരമ്മയില്ലാത്തതിൻ്റെ കുറവ് തൻ്റെ മകളെ ഒരിക്കലും അറിയിക്കരുതെന്ന് നിർബന്ധമുള്ള ആളാണ് പീലി. അതുപോലെ തന്നെ ഒരു തികഞ്ഞ ദൈവവിശ്വാസി. വാ, വേഗം പോവാം. എടി, നിനക്ക് ഇന്ന് അച്ഛന്റെ പ്രസംഗം വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ, ചെരുപ്പ് പൊട്ടിയല്ലോ. ഞാൻ അപ്പച്ചനോട് എന്ത് പറയും? സാരമില്ലടി, മറ്റേ ചെരുപ്പും കൂടെ ഒരു കൈ പിടിച്ചോ. അപ്പച്ചേ, അപ്പച്ചേ, ഓ, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. നാളെ ഞാൻ എന്ത് ചെയ്യും? പുതിയത് വാങ്ങിത്തായോ? ഇത് വാങ്ങിയിട്ട് അധികം കാലം ആയില്ലല്ലോ. നാളെ ക്രിസ്മസ് അല്ലേ, പ്ലീസ്. എൻ്റെ പൊന്നപ്പച്ചനല്ലേ. എല്ലാവരും ക്രിസ്മസിന് സമ്മാനങ്ങളും കേക്കും വാങ്ങണ്ട്. എനിക്കും കേക്ക് വേണം അപ്പച്ച. അയ്യോ, ഇത് എന്ത് പറ്റി അപ്പച്ച കാലില്? ഇന്ന് രാവിലെ പറമ്പിൽ നിന്ന് ഒരു കുപ്പിമുറി തറച്ചതാ. അത് കാരണം ഇന്ന് പണിക്ക് പോകാനും പറ്റിയില്ല. സൂക്ഷിക്കണ്ടേ അപ്പച്ച? ആ, സാരമല്ലോ വച്ചേ. നീ കിടന്നോ, വാതിലടച്ചേ. വരുമ്പോൾ വിളിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണല്ലോ. എൻ്റെ അന്നെ അവിടുന്ന് തിരിച്ചു വിളിച്ചപ്പോഴും എന്നെ എൻ്റെ പൊന്നുമോളെ സങ്കടത്തിലാക്കിയപ്പോഴും ഞാൻ അവിടുത്തോട് ഒരു പരിഭവവും പറഞ്ഞില്ല. പക്ഷേ ഇതങ്ങനെയല്ല കർത്താവേ. എൻ്റെ കൊച്ചിൻ്റെ സങ്കടം കാണാൻ എന്നെ കൊണ്ടാകില്ല. ഒരു ക്രിസ്മസ് ആയിട്ട് അവിടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ എനിക്കറിയത്തില്ല കർത്താവേ എന്ത് ചെയ്യണമെന്ന്. അവിടുന്ന് തന്നെ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. കൈവിടല്ലേ ഈശോയെ. നാശം. അയ്യോ, എന്തു പറ്റി സാറേ? എന്തോ സാറേ അന്വേഷിക്കുന്നേ? കുടിച്ച അല്പം കൂടിപ്പോയി. എനിക്കൊന്ന് മുള്ളണം. സാറ് വന്നാട്ടെ. സാർ ഈ രാത്രിയിൽ എവിടുന്നാ? ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അല്പം ദൂരെ നിന്നാ. എന്നാ സാറ് കയറിയാട്ടെ. എക്സ്ക്യൂസ് മീ, താങ്കൾ എന്നെ ഇത്രയും സഹായിച്ചതല്ലേ? എന്തെങ്കിലും അതൊന്നും വേണ്ട സാറേ. എൻ്റെ കാശുണ്ടായിരുന്നാ, പക്ഷെ അറിയില്ല, എങ്ങനെ കളഞ്ഞു പോയി. ഓ, അതൊന്നും വേണ്ട സാറേ. എനിവേ, താങ്ക്സ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടുമല്ലോ. പക്ഷേ ഇത്രയും കാശ്, എന്തായാലും നന്ദി.
നിങ്ങൾ ഈ വൈകി കുറേ നേരം ആയോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ക്രിസ്മസ് ഫാദറിന്റെ മാസം ഒന്ന് അയച്ചു കാണുന്നായിരുന്നു. എന്താ സാറേ കാര്യം? ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ്. ഇയാൾ ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയിൽ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം. അമ്മ, നാളെ എനിക്ക് കേക്ക് മാത്രം പോരാ, പുതിയ ഉടുപ്പും സമ്മാനങ്ങളും ഒക്കെ വേണം. മോക്കറിയാലോ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. മോൾ ഈശോയോട് പ്രാർത്ഥിക്കും. ഹായ്, ഈശോ. ഈശോ അല്ലേ? അമ്മ പറഞ്ഞായിരുന്നു ഈശോ ഒത്തിരി സമ്മാനങ്ങൾ കൊണ്ടുതരുമെന്ന്. ഞാൻ കൊറേ കാര്യം പ്രാർത്ഥിച്ചതല്ലേ. അതെ മോളെ, ഇതെല്ലാം മോൾക്കുള്ളതാ. മോള് വാങ്ങിച്ചോളൂ. സോഫി, സോഫി, എന്താടി ഇരുട്ടെന്ന് നിൽക്കണേ?